നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 22.3 മില്യൺ ആണ് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവരുടെ ഫോളോവേഴ്സ് എന്നുള്ളത്. അതിലൊരു കുറച്ച് പേര് ഫേക്കാണെന്നും ചുമ്മാ അങ്ങ് കൂട്ടി ഇവിടെ എന്താ നടക്കാൻ വരുന്നത്. എങ്കിൽ പോലും ഒരു 2-3 മില്യൺ അങ്ങ് കുറച്ച് പേര്, എങ്കിൽ പോലും ഉണ്ടല്ലോ ഒരു 19 മില്യണും അല്ലെങ്കിൽ 20 മില്യൺ അടുത്തുള്ള ആളുകൾ. അപ്പോൾ ഇത്ര ആളുകളൊന്നും എന്തായാലും അവിടെ എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഒരു 7 സംസ്ഥാനങ്ങളിലാണ് നിലവിൽ പ്രതിപക്ഷ, അതായത് NDA ഇതര കക്ഷികൾ ഭരിക്കുന്ന ഒരു സ്ഥലമുള്ളത്. അവിടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുണ്ട്. അവിടെയൊക്കെ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്കെതിരായി കേന്ദ്രം പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടപഴകുമ്പോഴോ മറ്റേതെങ്കിലും വിരുദ്ധ മുൻകാല നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയം സ്വീകരിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ അടക്കം ശബ്ദമായി വരുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ ഉള്ളവരും അവിടുത്തെ മീഡിയാസും അടക്കം ചില വാർത്തകളും ചില വസ്തുതകളൊക്കെ തുറന്നു കാണിക്കുന്നത്. ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല. ഒരു വേള ചില എതിർ ശബ്ദങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഭയങ്കര സബ്റ്റിലാണ്, അങ്ങനെയില്ല. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, കുറേയൊക്കെ ഈ കേന്ദ്ര സർക്കാരിൽ ഇവിടെയുള്ള ജനങ്ങൾ ഭയങ്കര സംതൃപ്തരാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ, പ്രതിപക്ഷ പാർട്ടികൾക്കൊരു രാഷ്ട്രീയ നിറമുണ്ട്. അപ്പോൾ അത് വിമർശിക്കുമ്പോൾ അതിനൊക്കെ ഒരു ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന നിലക്കാണ് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ അതൊരു രാഷ്ട്രീയ ഒത്തുനോക്കലാവും. അത് ചില ഘട്ടങ്ങളിൽ ഒരു ത്രാസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകും എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുപ്പിൽ പോലും മാറ്റിവെക്കുമ്പോഴും മറ്റേതിനാണല്ലോ ഇപ്പോൾ വെയിറ്റേജ് കൂടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ഓൺലൈൻ, അതായത് ഈ പ്രമുഖ പാർട്ടികളുടെയൊക്കെ ഓൺലൈനിലേക്കാൾ അധികം ഫോളോവേഴ്സ് നിലവിൽ ഈ CJPക്കുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥരാകുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അതിശയത്തോടെയാണ് കാണുന്നത്. അത്രയും ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം പുറത്തെത്താനായിട്ടാണ്. അവർക്കങ്ങനെ ശബ്ദം പുറത്തെത്തിക്കാനോ അതിനോട് ചേർന്ന് നിൽക്കാനോ ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുക, അതിനുള്ള ഒരു അവസരമോ ഒരു വഴിയോ വെട്ടാൻ ഒരാൾ ഇല്ലാതെ പോയി എന്നുള്ളതായിരിക്കും ചിലപ്പം ഇവരെയൊക്കെ അടക്കി നിർത്തിയിരുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്ന ഒരു കാര്യം, നമ്മൾ എത്ര പേർ കോടതിയുടെ ഒരു സൈറ്റിലേക്ക് വരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിലോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മളിത് ഇങ്ങനെ കോക്രോച്ച് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾക്ക് അതിലൊരു രോഷം, അങ്ങനെ കാണേണ്ടവരാണോ നമ്മൾ, ആരാണ് നമ്മളെ ഈ ഘട്ടത്തിൽ ഈ രീതിയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സിസ്റ്റത്തിനെതിരെ എന്ന പോലെ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പേജ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലൊരു വലിയ ഒരു മാസ് ഓഡിയൻസിൻ്റെ അസ്വസ്ഥതയും പ്രതിഷേധവും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടം വന്നതോടുകൂടി ആദ്യം പേടിച്ചതും ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ്. അവർ നല്ല കണ്ട് പേടിച്ചെന്ന് മാത്രമല്ല, ഇവർ വിളിച്ചു പറയുന്നത്, ഇവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒന്ന് റിട്ടയർഡ് ജഡ്ജിമാർക്ക് മറ്റ് പോസ്റ്റ് റിട്ടയർമെൻ്റ് ആയിട്ട് മറ്റ് പദവികൾ നൽകരുത് എന്നുള്ളത്. 50% വനിതാ സംവരണം വേണം. നമ്മളൊരു ലോക്സഭയിൽ മുഴുവൻ അത്രയധികം ചർച്ചകൾ 2 സഭകളിലും നടന്നതുമാണ്. അതിൽ 50% എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടല്ല, നിലവിലെ സ്ഥിതിയിൽ തന്നെ വേണമെന്നുള്ളതാണ്. പിന്നെ വോട്ട് വെട്ടുന്നവർ കർശന നടപടിയെടുക്കണം എന്നുള്ളത്, അതായത് അംഗീകൃതമായ വോട്ട് ആളുകളുടെ വെട്ടിക്കളയുന്നത് കർശനമായ നടപടിയെടുക്കണം എന്നുള്ളത്. എന്തു തുടങ്ങിയ 5 എണ്ണമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റേ പെട്ടെന്ന് ആലോചിച്ച് സാർഷൻ ചേട്ടൻ ഓർമ്മ കിട്ടുന്നുണ്ടോ എന്തായിരുന്നു എന്നുള്ളത്? അതെ 1-2 കാര്യങ്ങൾ. അതെ ശരിയാ. അതായത് നിയമപരമായി നിൽക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ മറ്റുള്ള കൂറുമാറ്റം MLA-മാരുടെ MP-മാർ, അത് വളരെ ഈ സമകാലിക ഇന്ത്യയിൽ ഇത്രയധികം നടക്കുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ യൂത്ത് ശ്രദ്ധിക്കുന്നു, അതിനോടൊക്കെ ഐക്യപ്പെടുന്നു, ഇതിലൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് ഇത്രയധികം ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. അത് ഒരു ഭയങ്കര, അതായത് ഒരു കാര്യമുണ്ടാകുമ്പോൾ അതിനെ റാങ് മൂളി അംഗീകരിക്കുന്നവർ മാത്രമല്ല, ഇത്രയും അധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരെ ഏറ്റവും അധികം പേടിച്ചത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇവരുടെ അക്കൗണ്ടുകൾ പല വഴിക്ക് സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതുമാത്രമല്ല പൂട്ടി. അപ്പോൾ വീണ്ടും അവർ ഫൈറ്റ് ചെയ്ത് തുടർന്നു വരുന്നു. അപ്പോൾ ഇപ്പം നീറ്റ് എന്നുള്ളൊരു വിഷയം അവിടെ വരികയാണ്. അത് ഡയറക്റ്റായിട്ട് യൂത്തിനെ ബാധിക്കുന്നത്. അത് നമുക്ക് തന്നെ ഇനി അതിൽ എന്തെങ്കിലും സംശയം ആർക്കുമില്ല. കാരണം അത്രയധികം വർഷങ്ങളായി തന്നെ നീറ്റ് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിച്ചു വരാൻ പറ്റുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ്, എന്തിനാണ് അങ്ങനെ ഒരു മന്ത്രി എന്ന് പോലും ചോദിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇന്ന് തന്നെ CBSE പോർട്ടലിൽ വീണ്ടും ആ പിഴവുകൾ ആവർത്തിക്കപ്പെടുകയാണ്. അവർക്ക് പോർട്ടൽ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ 22 ലക്ഷം പേര് നീറ്റുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ടിരിക്കുന്നു. 10-17 ലക്ഷം കുട്ടികൾ നിലവിൽ CBSEയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ വിഷയങ്ങളിലായി ഒരു
ഈ പറയുന്ന പോലെ 55 ലക്ഷം വിദ്യാർത്ഥികൾ തന്നെ ഈ ഘട്ടത്തിൽ പല രീതിയിൽ ഇവരുടെ തെറ്റായ പിടിപ്പുകേടുകൊണ്ട് ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിലവിൽ ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രൊട്ടസ്റ്റുകൾ ഉയരും.